ശക്തമായ മഴ കാരണം നമ്മുടെ നാട്ടിൽ വെള്ളം കയറുമോ? പുഴയിൽ നിന്ന് എത്രയോ ഉയരത്തിലാണല്ലോ നമ്മളുള്ളത്, ഒന്നും പേടിക്കേണ്ട എന്ന് ധൈര്യം പറഞ്ഞ എൻ്റെ സുഹൃത്തും അവൻ്റെ വീടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇത് വയനാട്ടിലെ ഒരു സുഹൃത്ത് പത്രപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ്. നാളെക്കുറിച്ച് പല പല സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയവർ നേരം വെളുത്തപ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നഷ്ടപ്പെട്ട മൃതദേഹങ്ങളായി മാറി. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുണ്ടാക്കിയ വീടുകളുടെ തറകൾ മാത്രം കാണുന്ന രൂപത്തിൽ ഒലിച്ചുപോയി. മറ്റു ചില സ്ഥലങ്ങളിൽ അവിടെ അങ്ങനെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കും വിധം ഒലിച്ചുപോയി. വയനാട് ജില്ലയിലെ മുണ്ടങ്കൈ ചുരൽമല എന്ന സ്ഥലത്ത് മിഞ്ഞാന്ന് നടന്ന ഉരുൾപൊട്ടലിൽ സംഭവിച്ചതാണ് ഇത്. തികച്ചും അപ്രതീക്ഷിതമായ ദുരന്തമായിരുന്നു. ഒരു മുൻകരുതലോ മുന്നറിയിപ്പോ ഇല്ലാതെ സംഭവിച്ച വൻ ദുരന്തം. ആ നഗരത്തിന്റെ അടിമുടി രൂപമാറ്റം നടത്തിയ സംഭവം. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാം. ശാരീരികമായി സഹായിക്കാൻ പറ്റുന്നവർ അവിടെ പോയി സഹായിക്കുക, സാമ്പത്തികമായി ചെയ്യുന്നവർ അങ്ങനെയും ചെയ്യാം. ഇതൊന്നും നമ്മുടെ പ്രദേശത്ത് സംഭവിക്കുകയില്ല എന്ന മട്ടിൽ വയനാട്ടിലെ ദുരന്ത ദൃശ്യങ്ങൾ സ്റ്റാറ്റസ് വെച്ചും സ്റ്റോറി വെച്ചും കണ്ടമാനം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് സമയത്തും മരണം സംഭവിക്കാം. നാളേക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് കൂട്ടിവെക്കുമ്പോൾ ആത്മീയമായി നാം എന്തു കൂട്ടിവെച്ചു എന്ന കാര്യം ഓരോരുത്തരും സ്വയം ആലോചിക്കണം. പാപകൃത്യങ്ങൾ ചെയ്ത് നടക്കുന്ന ജനങ്ങൾക്ക് മുൻസൂചനമായിരിക്കാം ഇത്. പക്ഷേ അതൊന്നും നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പടച്ചോന്റെ കോപത്തിന് ഇരയാകാതെ ഇഹപര വിജയം കൈവരിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ പെടുത്തട്ടെ. ആമീൻ.